ഇപ്പോൾ വരുന്ന ന്യൂസുകളൊക്കെ അനുസരിച്ച് US-ഇറാൻ യുദ്ധം അവസാനിക്കാൻ പോവുകയാണെന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒരു ബുള്ളിഷ് മൊമെൻ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ എഫക്റ്റ് നമ്മുടെ മാർക്കറ്റിലും ചെറുതായിട്ട് കാണിച്ചു തുടങ്ങുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഈ ഒരു ബുള്ളിഷ് മൊമെൻറ്റം അധികം നാളങ്ങനെ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മുടെ മാക്രോ എക്കണോമിക് ഡാറ്റ അതാണ് കാണിക്കുന്നത്. നമ്മുടെ GDP ഗ്രോത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസം, ബാലൻസ് ഓഫ് ട്രേഡിലുള്ള വ്യത്യാസം, അതായത് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടുതലാണ് നമ്മുടേത്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒരുപാട് കൂടി നിന്നത് ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അത്രയും കുറഞ്ഞിട്ടും നമ്മുടെ മാർക്കറ്റിൽ അതനുസരിച്ചുള്ള ഒരു കൗണ്ടർ എഫക്റ്റ് നമുക്ക് കാണാൻ ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു ബുള്ളിഷ് മൊമെൻറ്റം നമുക്ക് അധികം പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനപ്പുറത്ത് AI ബബിൾസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം കൂടി ഇതിനിടയ്ക്ക് കിടക്കുന്നുണ്ട്. കാരണം നമ്മളുടെ വലിയ IT കമ്പനികളുടെ TCS, ഇൻഫോസിസ്, വിപ്രോ പോലുള്ള കമ്പനികളിലെല്ലാം ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് AI ബബിൾ എന്ന് പറയുന്ന നമ്മുടെ 2008-ലെയും 2013-ലെയൊക്കെ റിസഷൻ പോലുള്ള ഒരു ഇഷ്യൂ ആയി മാറാനുള്ള സാധ്യത ഇതിനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിഫ്റ്റി 24,000-ലാണെന്നുണ്ടെങ്കിൽ അത് ഇടിഞ്ഞ് 20,000-ലോട്ടോ അല്ലെ 18,000-ലോട്ടോ വരുമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഇതൊരു സ്റ്റാഗ്നേഷൻ ആയിരിക്കും, കൺസോളിഡേഷൻ ആയിരിക്കും. 24,000-നും 25,000-നും ഇടയ്ക്ക് അവിടെ തന്നെ കിടന്ന് കൺസോളിഡേറ്റ് ചെയ്യാനുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മാക്രോ എക്കണോമിക് ഡാറ്റ ഒരിക്കലും നമുക്ക് ഷോർട്ട് ടേമിൽ അതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റത്തില്ല. അതിന് സമയമെടുക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്ലോ ഡൗൺ ഞാൻ ഈ പറയുന്നത് ഒരു 15 തൊട്ട് 20 മാസം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിന് കുഴപ്പമില്ല. ഇൻവെസ്റ്റേഴ്സ് അതുകൊണ്ട് അങ്ങനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫെൻസീവായിട്ടുള്ള സ്റ്റോക്കുകൾ ചൂസ് ചെയ്യേണ്ട ഒരു സമയമാണ് യഥാർത്ഥത്തിൽ.